യേശുവിനെ ആരാധിക്കുന്നത് ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, അവനെ ബഹുമാനിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലും ഓരോ ദിവസവും പ്രാധാന്യമർഹിക്കുന്നു. ആഴ്ചയിലെ ആദ്യ ദിവസത്തെ യേശുവിൻ്റെ പുനരുത്ഥാന പാരമ്പര്യത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിരവധി ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്കായി ഒത്തുകൂടുമ്പോൾ ബൈബിൾ ആരാധനയെ ഒരു ദിവസത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല. വാസ്തവത്തിൽ റോമർ 14:5 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരാൾ ഒരു ദിവസത്തെ മറ്റൊന്നിനേക്കാൾ പവിത്രമായി കരുതുന്നു, മറ്റൊരാൾ എല്ലാ ദിവസവും ഒരുപോലെ കരുതുന്നു. ഓരോരുത്തരും സ്വന്തം മനസ്സിൽ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കണം, ഏതു ദിവസവും അർപ്പിക്കുന്ന ആത്മാർത്ഥമായ ആരാധന ദൈവത്തിന് സ്വീകാര്യമാണെന്നാണ് ഇതിനർത്ഥം. യേശു തൻ്റെ അനുയായികളുമായുള്ള ഒരു ദൈനംദിന ബന്ധം ആഗ്രഹിക്കുന്നു, സ്നേഹം, വിശ്വാസം, അനുസരണം എന്നിവയിൽ വേരൂന്നിയ ഒന്ന്. ആരാധന പള്ളിയിൽ പോകുന്നതിനോ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതിനോ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. അതിൽ പ്രാർത്ഥന, തിരുവെഴുത്ത് വായന, ദയാപ്രവൃത്തികൾ, അവൻ്റെ പഠിപ്പിക്കലുകൾക്കനുസൃതമായി ജീവിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ചെയ്യാനും അവനിലൂടെ ദൈവത്തിന് നന്ദി പറയാനും കൊലോസ്യർ 3:17 വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. തിങ്കളാഴ്ച രാവിലെയോ ശനിയാഴ്ച വൈകുന്നേരമോ ആകട്ടെ, നമ്മുടെ മുഴുവൻ ജീവിതവും ആരാധനയുടെ വഴിപാടായി മാറുമെന്ന് ഇത് എടുത്തുകാണിക്കുന്നു. വേഗതയേറിയ ഈ ലോകത്ത് യേശുവുമായി ബന്ധപ്പെടാൻ എല്ലാ ദിവസവും സമയം നീക്കിവയ്ക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുത്താനും സഹായിക്കുന്നു. ഒറ്റയ്ക്കായാലും മറ്റുള്ളവരോടൊപ്പമായാലും പള്ളിയിലായാലും വീട്ടിലായാലും ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധന എല്ലായ്പ്പോഴും അർത്ഥവത്താണ്. അതിനാൽ ഏത് ദിവസവും യേശുവിനെ ആരാധിക്കാനുള്ള ശരിയായ ദിവസമാണ്. ഓരോ നിമിഷവും അവനോട് കൂടുതൽ അടുക്കാനുള്ള അവസരമാണ്.